പുതിയ പാപ്പയുടെ തിരഞ്ഞെടുപ്പ് ലൈവായി കണ്ടു. അബേമുസ് പാപ്പാം എന്ന് പറഞ്ഞ പുതിയ പാപ്പയുടെ പേര് പറഞ്ഞപ്പോൾ ആദ്യം മനസ്സിലായില്ല. പിന്നെ കമൻട്രി പറഞ്ഞ ആൾ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് പേര്. പിന്നീട് മനസ്സിലായത് അമേരിക്കക്കാരനാണെന്ന്. അമേരിക്കയിൽ നിന്നൊരു പോപ്പ് എന്ന് പറഞ്ഞപ്പോൾ ആദ്യം സങ്കടം വന്നു. അന്ന് രാത്രി തന്നെ ഇരുന്ന് ഈ പുതിയ പാപ്പയെക്കുറിച്ച് മുഴുവൻ വായിച്ചു. അപ്പം മനസ്സിലായി ഇത് അമേരിക്കക്കാരനല്ലാത്ത അമേരിക്കക്കാരനാണ്. അദ്ദേഹം ഒരു മിഷണറിയാണ്. പെറുവിൽ പാവപ്പെട്ട ജനങ്ങളുടെ കൂടെയായിരുന്നു ജീവിതത്തിൻ്റെ പകുതി ഭാഗവും. സന്തോഷമായി. ഇന്നലെ ചില ഫോട്ടോസ് കൂടി കണ്ടു. പെറുവിലെ ചെറു നിറഞ്ഞ വഴിയിലൂടെ കറുത്ത ബൂട്ട് നടക്കുന്ന പാപ്പ, ഷർട്ടിൻ്റെ കൈയൊക്കെ തീർത്ത് വെച്ച്. ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകളാണ് ഓർമ്മ വന്നത്. വെറുതെ അല്ല, 2 വർഷം മുമ്പ് ഫ്രാൻസിസ് പാപ്പ പെറുവിൻ്റെ തെരുവിൽ നിന്ന് ഈ മനുഷ്യനെ എടുത്ത് കർദിനാളാക്കി വത്തിക്കാനിലേക്ക് കൊണ്ടുവന്നത്. ഇന്നലെ ലയോ പാപ്പ സിസ്റ്റൈൻ ചാപ്പലിൽ ആദ്യമായിട്ട് കുർബാന അർപ്പിച്ചു. അപ്പോൾ പറഞ്ഞ പ്രസംഗത്തിലെ വാക്കുകൾ വളരെ പ്രസക്തമാണ്. പാപ്പ പറഞ്ഞു, ക്രിസ്തുവിൻ്റെ സ്ഥാനം ഒരു സൂപ്പർമാൻ എന്ന നിലയിലേക്ക് ചുരുങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. വിശ്വാസത്തിന് മേലെ പണത്തെയും അധികാരത്തെയും സാങ്കേതിക വിദ്യയെയും കാണുകയും വിശ്വാസം ദുർബലരുടേതാണെന്ന് കരുതുകയും ചെയ്യുന്ന സാഹചര്യത്തിന് നമ്മൾ സാക്ഷികളാണ്. വിശ്വാസികൾ എതിർക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും വേദനിക്കുകയും ചെയ്യുന്നിടങ്ങളിലേക്ക് അതുകൊണ്ട് തന്നെ നമ്മുടെ ശുശ്രൂഷ എത്തേണ്ടതുണ്ട്. ഇന്നത്തെ കാലത്തെക്കുറിച്ച് കൃത്യമായ ധാരണ പാപ്പയുടെ വാക്കുകളിലുണ്ട്. ഇത് ഗോസ്പല് നമുക്ക് നല്ല പ്രത്യാശ നൽകുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായമാണ്. 6-ാം അധ്യായം തുടങ്ങുമ്പോൾ ക്രിസ്തുവിൻ്റെ മുന്നിൽ 20,000-ഓളം ആൾക്കാരുണ്ടായിരുന്നു, അപ്പം കഴിച്ച് തൃപ്തരായ ആൾക്കാർ. പക്ഷേ ഇന്ന് അധ്യായം അവസാനിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ മുന്നിൽ വെറും 12 പേരാണ്. ബാക്കിയൊക്കെ ഈശോ വിട്ടുപോയി. കാരണം ഈശോ പറഞ്ഞത് ഡിഫിക്കൾട്ടാണെന്ന് പറഞ്ഞിട്ടാണ് അവർ വിട്ടുപോകുന്നത്. പക്ഷേ ഈശോ തൻ്റെ വാക്കുകളെ മയപ്പെടുത്തിയില്ല, കൂടുതൽ സ്ട്രോങ് ആക്കി പറയാം. ഈശോക്ക് അതിൽ സങ്കടമൊന്നുമില്ല അവർ വിട്ടുപോയില്ല, മറിച്ച് ഒരു ബലമാണ് കിട്ടിയത്. പത്രോസ് പറയുന്നില്ലേ, ഞങ്ങളെവിടെ പോവും, നിത്യജീവൻ്റെ വാക്ക് നിന്നിലാണല്ലോ. വിശ്വാസികളുടെ എണ്ണത്തിലല്ല കാര്യമെന്ന് തിരിച്ചറിയുക. വിശ്വാസികളുടെ എണ്ണം കൂട്ടാൻ വേണ്ടി വിശ്വാസത്യങ്ങളെ മയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. അങ്ങനൊരു കാലം ഉണ്ടാവില്ലെന്ന് ഈ പുതിയ പാപ്പയുടെ വാക്കുകൾ നമുക്ക് ബലം നൽകുന്നുണ്ട്.